ലക്ഷ്യം ഒരു ഉറപ്പ് തന്നു, എന്തായാലും എത്തേണ്ട സ്ഥലത്ത് കഷ്ടപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞു. ആ ഒരു ഉറപ്പിലാണ് ഇവിടെ വന്ന്. പഠിക്കുന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ജസ്റ്റ് പാസ്സായാൽ മതി എന്നുള്ളൊരു വിശ്വാസത്തിലായിരുന്നു പഠിച്ചതൊക്കെ. പിന്നെ സാറ് പറഞ്ഞ എല്ലാ ടെക്നിക്കും യൂസ് ചെയ്തായിരുന്നു. സാറ് പറഞ്ഞ ഒരു ഹോംവർക്കും എല്ലാ കാര്യങ്ങളൊക്കെ ഒരുമിച്ച് ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും ഒരു 7 പേര് രാത്രി കോൾ വെച്ച് എല്ലാം പഠിക്കുമായിരുന്നു. അപ്പോൾ പാസ്സാവാനുള്ള വഴിയുണ്ട് എന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. എഴുതി കഴിഞ്ഞപ്പോൾ ഒന്നും ഡിസ്കസ് ചെയ്യാനൊന്നും നിന്നില്ല. നേരെ അങ്ങ് തിരിച്ചു വന്നു, എല്ലാം നമുക്ക് നോക്കാമെന്നുള്ള രീതിയിൽ നിന്നു. അത് കഴിഞ്ഞ് മാർക്ക് വന്നപ്പോൾ ജസ്റ്റ് പാസ്സാവാൻ ചാൻസ് ഉണ്ടെന്ന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇത്രയും കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഞാൻ എല്ലാവരും വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇത്രയും മാർക്ക് 1 ഓഫ് ദ ഹയസ്റ്റ് ആണ് എന്ന് പറഞ്ഞപ്പോഴും ഞാൻ അങ്ങനെ വിശ്വസിച്ചില്ല. പിന്നെ ക്ലാസ്സിലുള്ള എല്ലാവരും വന്ന് പറഞ്ഞപ്പോഴാണ് ശരിക്കും വിശ്വസിച്ചത്. സാറിൻ്റെ ഓരോ ക്ലാസ്സിൽ നമ്മൾ ചുമ്മാ ഇരുന്നാൽ തന്നെ അന്ന് തന്നെ കൺസെപ്റ്റ്, ക്ലാസ്സിലിരുന്നാൽ തന്നെ കൺസെപ്റ്റ് നമ്മുടെ തലയിലുണ്ടാവും. പിന്നെ നമ്മൾ വീട്ടിൽ പോയിട്ട് ചുമ്മാ വായിച്ചു നോക്കിയാൽ മതി, ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. പിന്നെ സാർ തന്നെ കുറേ ഹോംവർക്ക് തരും. പിന്നെ കുറേ ക്ലാസ് തന്നെ സാർ ഓൺലൈൻ എടുക്കും. എങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൺലൈൻ എടുക്കും. അങ്ങനെ ഓരോ സാർ അവിടെ ഇരുന്ന് കഷ്ടപ്പെടുന്നത് ഞങ്ങൾ ഇവിടെ ഇരുന്ന് കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. സോ സാറിൻ്റെ എഫേർട്ടും കൂടി മാത്രം കൊണ്ടാണ് ഇത്രയും കിട്ടാനും തുടങ്ങി. ഞാൻ എൻ്റെ എഫേർട്ട് ഞാൻ ഇടുന്നത് സാർ അത്രയും പണി ഇങ്ങോട്ട് തരുന്നതുകൊണ്ട് മാത്രമാണ്. അപ്പം ഞാൻ ഇത്രയും കിട്ടാൻ തന്നെ സാറിൻ്റെ ഒരു കൺസെപ്റ്റും എല്ലാം പറഞ്ഞു തന്നൊരു രീതിയും കൊണ്ടാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മെൻറ്റേഴ്സിനെ വിളിച്ച് ശല്യം ചെയ്യുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് ഡൗട്ടൊക്കെ ചോദിക്കുമായിരുന്നു. അവരൊക്കെ അപ്പം തന്നെ റിപ്ലൈ ചെയ്ത് തരായിരുന്നു. അപ്പം ഞാൻ ഇത്രയും മാർക്ക് കാണിച്ചപ്പോൾ ഞാൻ മെൻറ്ററിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബിക്കോസ് അത്രയും അപ്പം ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അപ്പം ആൻസറും കിട്ടും. ഞാൻ 11th 12th കോമേഴ്സ് എടുത്തു കഴിഞ്ഞാൽ പൊതുവെ എല്ലാവർക്കും ഒരു പ്രൊഫഷൻ എടുക്കണം എന്നൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആദ്യം ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ തന്നെ CA തന്നെയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ കുറേ പേര് CA എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആയാലും കുറേ പേര് CA എടുത്തിട്ടുണ്ട്. പക്ഷേ ഐ ഓൾവേസ് വാണ്ടഡ് ഒരു BCom ഒരു സെക്യൂരിറ്റി ആയിട്ട് വെക്കണം എന്നുണ്ടായിരുന്നു. സോ ആഫ്റ്റർ ഒരു BCom എടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ ക്ലാസ്സിൽ തന്നെ കുറേ പേര് ACCA ചെയ്യുന്നുണ്ട് BComൻ്റെ കൂടെ. അപ്പോൾ അവർ വഴി കുറേ ഇൻഫർമേഷൻ അറിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇയർ ആയപ്പോൾ കുറച്ച് ഫ്യൂച്ചറായിട്ട് എന്തെങ്കിലും എടുക്കണം എന്ന് തീരുമാനിച്ചു. അപ്പോൾ കുറേ ഉണ്ട്, CA ഉണ്ട്, ACCA ഉണ്ട്, CMA ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ ACCA ആണെങ്കിൽ കുറച്ചും കൂടെ ഫ്ലെക്സിബിളായിട്ട് തോന്നി, കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ കുറച്ച് സമയം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഉറപ്പുള്ളതുകൊണ്ടും കഷ്ടപ്പെട്ടാൽ പാസ്സാകാൻ പറ്റുമെന്ന് എല്ലാവരും പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ACCA തന്നെ നോക്കാമെന്ന് വിചാരിച്ചു. ഫാമിലിയിൽ നിന്നായാലും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. വീട്ടിലുള്ള എല്ലാവർക്കും ലക്ഷ്യന് നല്ല വിശ്വാസമായിരുന്നു. വേറെ കുറേ സ്ഥലവും തപ്പിയായിരുന്നു. പക്ഷെ അറ്റ് ദി എൻഡ് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് തന്നെ വരാനാണ് പറഞ്ഞത്.